ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പിണറായി വിജയൻ ഹാട്രിക് അടിക്കുമെന്നതിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പാർട്ടി സെക്രട്ടറി. ശബരിമല സംഗമത്തിന് പ്രതിനിധിയെ അയച്ച സർക്കാരിൽ വിശ്വാസം രേഖപ്പെടുത്തിയ NSS ജനറൽ സെക്രട്ടറിയും വിദ്വേഷ പ്രസംഗങ്ങൾക്കിടയിലും പിണറായി വിജയൻ ചേർത്ത് പിടിച്ച് ഔദ്യോഗിക വാഹനത്തിൽ കൈപിടിച്ചു കയറ്റിയ വെള്ളാപ്പള്ളിയുടെ പിന്തുണയും സർക്കാരിനെ എതിർത്തവരുടെ പോലും പിന്തുണയും മൂന്നാം ഊഴം ഉറപ്പിക്കുന്നുവെന്നാണ് MP ഗോവിന്ദന്റെ ആത്മവിശ്വാസം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ക്ഷേമ പെൻഷൻ വർധന, സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക എന്നിവയും ഉറപ്പിക്കാം. ഇതിനിടയ്ക്ക് ശബരിമലയിൽ നിന്നും സ്വർണം പൂശാൻ കൊണ്ടുപോയത് സ്വർണ്ണപ്പാളിയാണോ ചെമ്പുപാളിയാണോ എന്ന വിവാദവും കൊഴുക്കുന്നുണ്ട്. കോടതിയുടെ ചോദ്യങ്ങൾ രൂക്ഷമാണെങ്കിലും ശബരിമല സംഗമത്തിനെതിരായ ഗൂഢാലോചനാ സിദ്ധാന്തത്തിൽ മറുപടി ഒതുക്കുകയാണ് സർക്കാർ. അപ്പുറത്ത് ഭരണം നേടാൻ പ്രതിപക്ഷത്തിന്റെ പരിപാടിയിൽ വ്യക്തതയില്ല. G. സുകുമാരൻ നായരെ ചില നേതാക്കൾ പോയി കണ്ടുവെങ്കിലും അത് സൗഹൃദ സന്ദർശനത്തിൽ പെടുത്തുകയാണ് NSS ജനറൽ സെക്രട്ടറി. സുകുമാരൻ നായർക്കെതിരായ തെരുവിലെ പ്രതിഷേധങ്ങൾക്ക് കാവിഛായ ആണെന്നതും പ്രതിപക്ഷത്തിന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ല. ക്രിസ്ത്യൻ, മുസ്ലിം, നായർ വോട്ടെന്ന UDF ചേരുവയിൽ ചർച്ചയുണ്ടാകുമ്പോൾ തടയാൻ എന്താണ് മറുതന്ത്രം? കോൺഗ്രസ് മുക്ത കേരളം എന്ന ദൌത്യത്തിൽ ഇടത് നിലപാടിനോട് BJPയും യോജിക്കുമ്പോൾ ജനത്തിന്റെ വിലയിരുത്തൽ എന്താകും? CPM പ്രതിനിധി SK സജീഷ്, മുസ്ലിം ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപാറ, ഇടത് രാഷ്ട്രീയ നിരീക്ഷകനായ TK വിനോദൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ പ്രതിപക്ഷ പ്രതികരണത്തിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, MP ഗോവിന്ദന്റെ പ്രതികരണം കണ്ടല്ലോ. MP ഗോവിന്ദന്റെ പ്രതികരണം ആത്മവിശ്വാസം ഉയർന്നിട്ടുള്ള പ്രതികരണമാണ്. അത് നേരത്തെ എതിർത്തുന്ന സമുദായ നേതാവിൽ നിന്നുള്ള പിന്തുണ അത് പ്രധാനമാണ്. NSS ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം, വെള്ളാപ്പള്ളി നടേശനാകട്ടെ പല ഘട്ടങ്ങളിലും ആ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളിയെ പിണറായി വിജയൻ ചേർത്ത് പിടിച്ചതും കണ്ടു. അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സമുദായ നേതാക്കളിൽ നിന്നുള്ള പിന്തുണ ഇടത് സർക്കാർ ഉറപ്പിക്കുകയാണ്. എന്താണ് പ്രതിപക്ഷത്തിന്റെ പ്ലാൻ? സാമുദായിക നേതാക്കളുടെ പ്രതികരണം, പ്രത്യേകിച്ച് NSSന്റെ പ്രതികരണം വ്യക്തമായി തന്നെ പറഞ്ഞു, ഇഷ്യൂ ബേസ്ഡ് ആണ്. ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിൽ NSSന് ഗവൺമെന്റ് എടുത്ത നിലപാടിനോട് അനുകൂലമായ നിലപാടുണ്ട് എന്നാണ് പറഞ്ഞത്. വേറെ സമദൂരം അതുപോലെ തന്നെ തുടരും രാഷ്ട്രീയമായി എന്ന് പറയുകയും ചെയ്തു. എന്നാൽ NSS അനുകൂലമാണ് എന്ന് പറഞ്ഞ ആ വിഷയത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം ആ വിഷയത്തിലാണ്. ആ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ആ വിഷയം നമ്മൾ ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്ത്രീകളുടെ വിഷയത്തിൽ എപ്പോഴും സ്ത്രീകൾക്ക് പാരിറ്റി ഉണ്ടാകണമെന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. വിശ്വാസപരമായ കാര്യങ്ങളിൽ അതാത് വിശ്വാസ പ്രമാണങ്ങൾ പാലിക്കപ്പെടണം. അതിന്റെ മേൽ തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. കോടതി വിധി വന്നാൽ കോടതി വിധിയിൽ റിവ്യൂ കൊടുത്ത് കറക്റ്റ് ചെയ്യാനുള്ള നടപടി നോക്കണം. ജനങ്ങളുടെ വിശ്വാസങ്ങളെ ബാധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അന്ന് നടന്ന സമരങ്ങളിലൊക്കെ തന്നെ UDF പൂർണ്ണമായും അതിനോട് യോജിച്ചും സമരം നടത്തി മുന്നോട്ട് പോയി. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കുന്നു. ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല. ആ സമരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ, കേസുകൾ എടുക്കപ്പെട്ട ആളുകൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ആ കേസുമായി ബന്ധപ്പെട്ട്, ആ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് വിശ്വാസികൾക്കെതിരാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. ആ വിഷയത്തിൽ അന്ന് ഞങ്ങൾ എടുത്ത നിലപാട്, ഐക്യനാഥത്വം എടുത്ത നിലപാട് ഇന്നും തുടരുന്നു. അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് മാത്രം ആ പറഞ്ഞ നിലപാടിനോട് മാത്രം ഞങ്ങൾ വിയോജിക്കുന്നു. NSS എന്ന് പറയുന്നത് ഒരു സാമുദായിക സംഘടനയാണ്. സാമുദായിക സംഘടനകളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ സമുദായത്തിന് പൊതുവായി ഉണ്ടാകുന്ന വിഷയങ്ങളിൽ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുക, ആ പ്രശ്നങ്ങളിൽ അവർക്ക് അവരുടെ അവകാശങ്ങൾ ഉന്നയിക്കപ്പെടുന്നു, അത് നേടിയെടുക്കുക എന്നതൊക്കെയാണ് അതിനകത്തുള്ള ലക്ഷ്യങ്ങൾ. പക്ഷേ ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്നത് അത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. എല്ലാ സമുദായങ്ങളുടെയും പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ടതെല്ലാം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന സർക്കാരുകളെ ലീഡ് ചെയ്തിട്ടുള്ള മുന്നണിയാണ് ഐക്യജനാധിപത്യ മുന്നണി. അതെല്ലാ കാലത്തും അവർക്കെല്ലാം അതിനെക്കുറിച്ച് ബോധ്യവുമുണ്ട്. ഇല്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. പക്ഷെ വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റിനെ ഞങ്ങൾ വേറൊരു തരത്തിലാണ് കാണുന്നത്. അത് ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ പല കാര്യങ്ങൾക്കും യോജിക്കാനേ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം അത് ഫാക്ച്വലി ഇൻകറക്റ്റ് ആണ്. തീർച്ചയായും ലീഗിന് അക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ടെന്നുള്ള കാര്യം സമ്മതിക്കുകയാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. പക്ഷേ
നിങ്ങളുടെ ചേരുവ അതായിരുന്നല്ലോ, ക്രിസ്ത്യൻ വോട്ട്, മുസ്ലിം വോട്ട്, അതോടൊപ്പം നായർ വോട്ട്. അത് ഉറച്ച് UDF-നൊപ്പം നിന്നിരുന്നതാണ്. ഈ സമദൂരവും ശരിദൂരവും പറയുമ്പോഴും അത് എല്ലാ കാലത്തും UDF-നൊപ്പമാണ് നിന്നിട്ടുള്ളത്. അത് ചരിത്രപരമായി നോക്കുകയാണെങ്കിലും ആ രൂപത്തിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. ചില ഘട്ടങ്ങളിൽ UDF-നെ എതിർത്ത് അല്ലെങ്കിൽ കോൺഗ്രസിനെ എതിർത്ത ഘട്ടത്തിൽ അന്ന് NSS-ന് ഒരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് മന്ത്രിസഭയിൽ വന്നപ്പോഴും ലീഗ് CH മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണല്ലോ മന്ത്രിസഭയിൽ NSS ഭാഗമാകുന്നത്. അപ്പോൾ ആ തരത്തിൽ നിങ്ങളുമായി അഭേദ്യമായി ബന്ധമുണ്ടായിരുന്ന സമുദായമാണ്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും അങ്ങ് പറയുന്നത് പോലെ ഇഷ്യൂ ബേസ്ഡ് ആണെന്ന് പറയുമ്പോഴും അപ്പുറത്ത് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, കോൺഗ്രസിൻ്റേത് കള്ളത്തരമാണ് എന്ന്. അങ്ങനെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, കോൺഗ്രസിൻ്റേത് കള്ളത്തരമാണ് എന്ന് പറയുന്നുണ്ട്. അതിൽ BJP-യുടെ നിലപാടിനെയും ആ രൂപത്തിൽ തന്നെ വിമർശിക്കുന്നു. അപ്പോൾ ഈ ഒരൊറ്റ വിഷയത്തിൽ മാത്രമായിട്ടാണ് പിന്തുണ എന്നെങ്ങനെയാണ് നിങ്ങൾ കരുതുക? ഇനി അതിനുശേഷം കോൺഗ്രസിലെ ചില നേതാക്കൾ, PJ കുര്യൻ, തിരുവഞ്ചൂർ, കൊടിക്കുന്നിൽ തുടങ്ങിയ നേതാക്കൾ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്. അതൊരു സൗഹൃദത്തിൻ്റെ കൂടിക്കാഴ്ച മാത്രമാണ് എന്ന് വിലയിരുത്തുകയാണ് സുകുമാരൻ നായർ. അതായത് ഇങ്ങനെ വന്ന് കണ്ടിട്ട് കാര്യമില്ല. ആ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. നിങ്ങൾക്ക് ഈ 9 വർഷം എന്ന് പറയുമ്പോൾ തുടർഭരണം, ആ തുടർഭരണത്തിലുണ്ടാകിൽ സ്വാഭാവികമായി ഉണ്ടാകേണ്ട മടുപ്പ് അല്ലെങ്കിൽ ഭരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വലിയ വിമർശനങ്ങൾ, അതൊന്നും നിങ്ങൾക്കൊപ്പം നിന്നിരുന്ന ഒരു പ്രബല സമുദായത്തിനില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഒരു പോരായ്മയായി വിലയിരുത്തുന്നുണ്ടോ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ? എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെയൊരു സ്വയം വിമർശനം ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ടോ? അല്ല, സാമുദായികമായ ഇഷ്യൂവില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങൾ കോൺഗ്രസ് വിശ്വസിക്കാൻ പറ്റില്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ശബരിമല യുവതി പ്രശ്നമായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അതിനകത്ത് ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നടത്തുന്നതിന്റെ ഉത്തരവ് വന്നതിന് ശേഷം പരമായി സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ ഇടത് സർക്കാർ ശ്രമിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പൊതുസമൂഹത്തിൽ തർക്കമൊന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട് ഐക്യജനാധിപത്യ മുന്നണി സമരത്തിലുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നുള്ള തർക്കമില്ല. ആ കേസുകളിൽ പ്രതിയായിരിക്കുന്ന ആളുകൾ ഇപ്പോഴും പ്രതിയായി തുടരുന്നുണ്ടെന്നുള്ള തർക്കമില്ല. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് വിശ്വാസികൾക്കെതിരായിട്ടാണ് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്, തർക്കമില്ല. പിന്നെ എവിടെയാണ് അതിനകത്ത് ഐക്യജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് തെറ്റായി ചെയ്തതെന്ന് എനിക്കറിയില്ല. അത് ഞങ്ങൾ സംസാരിച്ച് അത് കറക്റ്റ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം സ്മൃതി, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ ഇലക്ഷന്റെ പ്ലാങ്ക് എന്ന് പറയുന്നത് സാമുദായിക വിഷയം. ഞാനൊരു സമുദായത്തിലെ അംഗമാണ്, ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഓരോ പാനലിസ്റ്റുകളും ഏതെങ്കിലും ഒരു സമുദായത്തിലെ അംഗമായിരിക്കും. ആ സമുദായത്തിന്റെ വിഷയങ്ങളൊക്കെ ചില വിഷയങ്ങളിൽ നമുക്കൊക്കെ കൺസേൺ ഉള്ള പ്രശ്നം തന്നെയാണ്. ആ സമുദായത്തിലെ അംഗമെന്ന നിലയ്ക്ക് ഒരു പക്ഷേ കൺസേൺ ഉണ്ടാവും. പക്ഷെ നമ്മുടെ പ്രൈമറി കൺസേൺ ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, വ്യക്തികൾ എന്ന നിലയ്ക്ക്, വോട്ടർമാർ എന്നുള്ള നിലയ്ക്ക്, ജനങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവരുടെ പ്രൈമറി കൺസേൺ ആയിട്ട് വരുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഐക്യജനാധിപത്യ മുന്നണി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ജനങ്ങളുടെ വിഷയങ്ങളിലാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ അക്യൂട്ട് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇവിടെ തകർന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. പോലീസ് അട്രോസിറ്റി നിൽക്കുന്നു, പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല പെൻഷനെയൊക്കെ ഉപയോഗിക്കുന്നത് എലക്ഷൻ ടൂളായിട്ട് മാത്രമായി മാറുന്നു എന്നത് ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. ആശാ വർക്കർമാർക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല. ഏറ്റവും ഭയങ്കരമായ അൺഎംപ്ലോയ്മെന്റിന്റെ പീക്കില് ബാക്ക് ഡോർ അപ്പോയിന്റ്മെന്റ് നടത്തുന്നു എന്ന് പറയുന്ന നെപ്പോട്ടിസം അപ്പോയിന്റ്മെന്റ് നടത്തുന്നു എന്ന് വേണ്ട കറപ്ഷൻ, എക്സാലോജിക്കിന്റെ കറപ്ഷൻ ആയാലും ശരി, മറ്റേത് കറപ്ഷൻ വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങൾ പറയുക എന്നതിൽ ഒതുങ്ങുന്നു പ്രതിപക്ഷത്തിന്റെ ചുമതല, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, അത് പറയട്ടെ സ്മൃതി, ഞാൻ പറഞ്ഞു തീർക്കാം. ഇപ്പൊ ഞാൻ പറയാം, ഈ വൈൽഡ് ലൈഫ് അറ്റാക്സ് ആയാലും ബഫർ സോൺസ് ആയാലും കോസ്റ്റൽ ഇഷ്യൂസ്, എല്ലാ ഇഷ്യൂസും ഞങ്ങൾ എടുക്കുമ്പോൾ ഇത് ജനങ്ങളെ ഡയറക്ട്ലി അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. എല്ലാ ദിവസവും ഡേ ടു ഡേ അഫക്ട് ചെയ്യുന്ന വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഞങ്ങൾ ടേക്കപ്പ് ചെയ്യുന്നത്. അവർക്ക് ബോധ്യമുള്ള വിഷയങ്ങളാണ്. ആ വിഷയങ്ങളിൽ നിന്നും ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ആ വിഷയങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടിയില്ല എന്ന പ്രഖ്യാപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് CPM-ന്റെ പാർട്ടി സെക്രട്ടറിക്ക് ഇതിലൊന്നും മറുപടിയില്ല. ജനങ്ങളുടെ മുഖത്ത് നോക്കി മറുപടി പറയാൻ സാധിക്കാത്ത വിഷയം വരുമ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ നടത്തുന്ന ടാക്ടിക്സ് കേന്ദ്രത്തിലെ BJP സർക്കാർ, ഒന്നുകൂടെ പറഞ്ഞോട്ടെ, NDA സർക്കാർ യഥാർത്ഥ ഇഷ്യൂവിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മതപരമായ ഇഷ്യൂവിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് തുല്യമായ പ്രവർത്തനം നടത്തുന്നു എന്നതാണ്. ജനങ്ങൾ ഇത് തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ഞങ്ങളുടെ കോൺഫിഡൻസ് അതാണ്. ജനങ്ങൾക്ക് ഇതെല്ലാം തിരിച്ചറിയാൻ കഴിയുമെന്നുള്ള നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. SK സജീഷ്, ഇപ്പോൾ CPM-ന്റെ ഉയർന്ന ആത്മവിശ്വാസം പാർട്ടി സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയാണ്. പക്ഷേ അതിൽ ഈ സാമുദായിക നേതാക്കളുടെ പിന്തുണയടക്കം ഒരു പ്രധാനപ്പെട്ട ആത്മവിശ്വാസത്തിന്റെ ഭാഗമായി മാറുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് CPIM അങ്ങനെയല്ലല്ലോ മുൻപ് പ്രതികരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ പിന്തുണ, അവർ പരസ്യമായി തന്നെ നടത്തുന്ന പിന്തുണ, അവരുടെ പിന്തുണ വേണമെന്ന്
കൃത്യമായി പറയുന്ന മന്ത്രിമാർ, ഇതൊക്കെ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നേതാക്കൾ പറഞ്ഞാൽ, ഈ സാമുദായിക നേതാക്കൾ പറഞ്ഞാൽ ആ സമുദായമാകെ അതിനനുസരിച്ച് വോട്ട് ചെയ്യും എന്നതാണോ നിങ്ങളുടെ ഒരു ബോധ്യം? പക്ഷേ നേരത്തെയുള്ള അനുഭവങ്ങൾ അങ്ങനെയല്ലല്ലോ. കേരളത്തിലെ വർത്തമാനകാല സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് CPIM അതിൻ്റെ നിലപാടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലിന്ന് സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ സംസാരിക്കുന്ന സമയത്ത് എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവർ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചിന്തിക്കുന്നു എന്ന ഒരു വസ്തുതയാണ് പറയാനിടയായിട്ടുള്ളത്. അത് പറയാനിടയാവുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ 10 വർഷം പൂർത്തീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ പോലും ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ 10ാമത്തെ വർഷത്തിൽ നീങ്ങുമ്പോൾ പോലും ഒരു സമരം ചെയ്യാനോ നിയമസഭയിൽ വിഷയങ്ങൾ ഉന്നയിക്കാനോ ഒന്നും കഴിയാത്ത ഒരു പ്രതിപക്ഷം നിലനിൽക്കുകയാണ്. ആ പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യം പോലും നേരിടുകയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. UDFൻ്റെ 9 വർഷം മുമ്പുള്ളൊരു ഗവൺമെൻറ് കേരളത്തിലുണ്ടായിരുന്നു, 10 വർഷം മുമ്പുള്ള ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ് അവസാന കാലഘട്ടത്തെ പ്രതിപക്ഷം എതിർത്തു എന്ന് മാത്രമല്ല, നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടാകേണ്ടതുണ്ട്. ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അന്ന് പറഞ്ഞു കേരളത്തിൽ നടക്കുന്നത് തീവെട്ടിക്കൊള്ളയാണ്. മാത്രവുമല്ല, അന്നത്തെ KPCCയുടെ പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു കേരളത്തിൽ കടുംവട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അത്രയും അഴിമതിയാണ് എന്ന് AK ആന്റണിക്ക് ഉൾപ്പെടെ പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ഇവിടെ ഈ ഗവൺമെൻറ്റിനെ അഴിമതി കാണിക്കുക എന്ന ഗവൺമെൻറ്റാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി VD സതീശനും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവുമെല്ലാം കോടതിയിൽ പോയപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. കേരളത്തിൻ്റെ ഹൈക്കോടതിയാണ് പറഞ്ഞത് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല, ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് എന്ന്. ഈ ഗവൺമെൻറ്റിനെതിരായി കോടതിയിൽ ഉന്നയിക്കാനോ കോടതിക്കകത്ത് ഈ ഗവൺമെൻറ് 10 വർഷക്കാലമായിട്ടുള്ള ഏതെങ്കിലും ഒരു മന്ത്രിയെയോ ഇതുമായി ബന്ധപ്പെട്ട ആളെയോ കയറ്റി നിർത്താനോ അഴിമതിയുടെ പേരിൽ കഴിഞ്ഞിട്ടില്ല എന്നത് ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. പിന്നെ നമ്മൾ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് ആ ഗവൺമെൻറ്റിനെ വീക്ഷിക്കുന്നത് എന്ന ഒരു ധാരണ നമുക്കുണ്ടാകണം. വികസനവും കരുതലും ക്ഷേമവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രാജ്യത്തിനാകെ മാതൃകയായ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ വൻ മുന്നേറ്റം കേരളത്തിലുണ്ടായി എന്ന് എതിരാളികൾ പോലും സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അത് ദേശീയപാത വികസനത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി പണം 5600 കോടിയിൽ പരം രൂപ മുടക്കിക്കൊണ്ട് നടത്തിയ മുന്നേറ്റമായാലും, മലയോര ഹൈവേ ആയാലും, തീരദേശ ഹൈവേ ആയാലും, ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിക്കുന്നതായാലും, ഇടമൺ കൊച്ചി പവർ ഹൈവേ ആയാലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കൊച്ചി വാട്ടർ മെട്രോ ഉൾപ്പെടെയുള്ള നിരവധിയായ കാര്യങ്ങൾ, സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യം, ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യം, ഇതെല്ലാം മികച്ച രീതിയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളം മുന്നോട്ട് പോയി. രണ്ടാമത്തെ കാര്യം കരുതലാണ്. കേരളത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കരുതലോടെ കാവൽ നിൽക്കാൻ ഒരു ഗവൺമെന്റ് ഉണ്ട് എന്ന ഫീൽ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. മാസങ്ങളോളം സമരം ചെയ്ത ആശാവർക്കർമാർക്ക് കരുതൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല SK സജീഷ്. ഇപ്പോൾ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഈ 9 വർഷത്തിനിടയിൽ ക്ഷേമ പെൻഷൻ ഉയർത്തിയില്ല. പക്ഷേ ഇപ്പോൾ ഇതാ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ക്ഷേമ പെൻഷൻ ഉയർത്താൻ തീരുമാനിക്കുകയാണ്. ഇങ്ങനെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നിങ്ങൾ ഈ ക്ഷേമ പദ്ധതികൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നത് ജനം എങ്ങനെ മനസ്സിലാക്കും? ഒരു കാര്യം ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെടുകയായിരുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഒരു സ്മൃതിക്ക് തന്നെ അറിയാം. ഒരു അവതാരക എന്നുള്ള നിലയ്ക്ക് ഞാൻ വളരെ ചുരുക്കി തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. വികസനം, കരുതൽ, ക്ഷേമം, ഇത് ഞാൻ പറഞ്ഞു പോയ ലേശം ബുദ്ധിമുട്ടുണ്ട് എന്ന് സ്മൃതിക്കറിയാം. അതുകൊണ്ട് അതിനിടയിൽ സ്മൃതി എന്താണ് ഇടപെടാത്തത് എന്ന് ഓരോ കാര്യം ഞാൻ മനസ്സിൽ ഒരു വശത്ത് സ്മൃതി ഇടപെടാത്തത് എന്ത് എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. സ്മൃതിക്ക് ഞാൻ പറഞ്ഞ ആ വാചകം 2-3 വാചകം പൂർത്തീകരിക്കാൻ പോലും ക്ഷമയുണ്ടാകില്ല എന്ന നല്ല ധാരണയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് സ്മൃതി അനുവദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്ന പോലെ സ്വതന്ത്രമായി എന്തുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തെ വീണ്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ് ചോദ്യമെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാനുള്ള അവസരം ഉണ്ടാക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവതാരകർക്കുണ്ട്. ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് കേൾക്കൂ, ക്ഷമയോടെ കേൾക്കൂ. പാർട്ടി സെക്രട്ടറി പറഞ്ഞ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. ചർച്ച സ്വയം ഒരു സാധാരണ ഒരു അവതാരകർക്ക് സ്വന്തം ചർച്ച നന്നാവണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ആളുകൾ കേട്ടുപോയാൽ എന്താ സ്മൃതി കുഴപ്പം? ഒരു കുഴപ്പമില്ല. അതിനെ കൊണ്ട് സ്മൃതിക്ക് വരുന്ന ഒരു അപകടം എന്താണ്? അതുകൂടി സ്മൃതി പറയും.
എന്നാൽ ഞാൻ പറയട്ടെ സ്മൃതി, എനിക്കൊരു നിശ്ചിത സമയം അനുവദിക്കൂ. എനിക്കൊരു 2-3 മിനിറ്റ് മതി. താങ്കൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലെ 10 മിനിറ്റ് ഒന്നും എനിക്ക് വേണ്ട. 2-3 മിനിറ്റ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയട്ടെ. സ്ഥിരമായി ഇങ്ങനെ ആവല്ലേ സ്മൃതി? എന്തിനാണ് ഞങ്ങൾ സ്മൃതിയുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഈ ചർച്ച കാണുന്ന ആളുകൾ നോക്ക്, വളരെ സൗമ്യമായി ഈ ചർച്ചയിൽ തുടങ്ങിയ ആളാണ് ഞാൻ. നമ്മുടെ പ്രഷറൊക്കെ കയറ്റി എന്തിനാണ് ഈ ചർച്ച ഇങ്ങനെയാക്കുന്നത്? എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടല്ലാതെ സ്മൃതിയുടെ രാഷ്ട്രീയ ഉദ്ദേശ ചോദ്യത്തിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച 2-3 വാചകങ്ങൾ പറയാതെ ഒരു കാരണവശാലും ഇല്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോവാം. സ്മൃതിയുടെ വേർഷൻ അനുസരിച്ച് ഇപ്പോൾ 3 ആളുകളും ഇടതുപക്ഷത്തിനെതിരായി നന്നായി ശബ്ദിക്കാൻ പറ്റുന്ന ആളുകളെ വേറെ നിർത്തിയിട്ടുണ്ടല്ലോ. ഇത് വെച്ച് സ്മൃതിയുടെ കിഞ്ചന വർത്താനായിട്ട് തുടരാം. അതല്ല എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത്, നിങ്ങൾ പരസ്പരം ഞാൻ ആ ഒരു മോശം വാക്കാണെന്ന് ഞാൻ കരുതുന്നില്ല. നന്നായി പരസ്പരം സംസാരിക്കുന്നു, നിങ്ങൾക്ക് പോകാം. അതിന്റെ ഇടയിൽ ഞാനൊരു തടസ്സമാണെങ്കിൽ മാറിത്തരാം. സതീഷ്, ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദ്യങ്ങളെ ഇഷ്ടമല്ല, നിങ്ങൾക്ക് പ്രസ്താവനകളാണ് ഇഷ്ടം. സ്മൃതി എത്ര ചോദ്യം ചോദിച്ചാലും എനിക്ക് പ്രശ്നമല്ല. സ്മൃതിക്കാണ് പ്രശ്നം. സ്മൃതിക്ക് ഇടതുപക്ഷം എന്ന് കേട്ടാലുള്ള അസഹിഷ്ണുതയാണ് പ്രശ്നം. ആ അസഹിഷ്ണുത മാറ്റിവെക്കൂ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദിവസം അവതാരകയായിട്ട് നിൽക്കൂ. ഞങ്ങൾ മറ്റുള്ളവരുടെ കൂടെ ചർച്ചയിൽ ഇരിക്കുന്നതാണ്. സമയത്ത് തമ്മിൽ തർക്കിക്കേണ്ടി വരുന്നു. ഉത്തരം പറയൂ. വ്യക്തിയാധിഷ്ഠിതം അല്ല, എനിക്ക് പറയാനുള്ള എന്തുകൊണ്ട് എന്ന് സ്മൃതി ഇന്ന് ഓക്കെ ഞാനാ പറയാം. അത് പറയാം. അതിന്റെ ഇടയിൽ കയറി ഇടപെടരുത്, അത്രേ പറയാനുള്ളൂ. താങ്കൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ നിർത്തുകയും ചെയ്യും. മനസ്സിലായോ? ഒരു കാര്യം കേൾക്കുന്ന ആളുകളും ക്ഷമിക്കണം, നമ്മുടെ മാനസികാവസ്ഥ മാറിപ്പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഒന്ന്, വികസനവും അതുപോലെ തന്നെ വൻകിട വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ കേരളം പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നുപോയി. ഒരു മഹാപ്രളയം, അന്ന് ഇതുപോലെയുള്ള ചർച്ചയിൽ വന്ന് ഇനി ഒരിക്കലും ഒരു പഴയ നിലയിലേക്ക് കേരളം മാറില്ല എന്ന് പല പ്രശസ്തരായ ആളുകൾ ഉൾപ്പെടെ പറയുകയുണ്ടായി. റീബിൽഡ് കേരളയിലൂടെ പല സംസ്ഥാനങ്ങളിലും വലിയ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ പലതിൻ്റെയും അവശിഷ്ടങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ അതൊന്നും നിലനിൽക്കാതെ കേരളം പഴയ നിലയിലോ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലോ മാറ്റിക്കൊണ്ടുവരാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. കൂടെയുണ്ടാകും ഒരു ഗവൺമെൻറ് എന്ന നല്ല കരുതലിൻ്റെ വിശ്വാസം ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം ക്ഷേമകാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ക്ഷേമകാര്യങ്ങൾ ഇന്ന് ലോകം മുഴുവൻ അതിദാരിദ്ര്യത്തിൻ്റെ വലിയ പിടിയിലാണ്. അതിൽ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ഇന്ത്യയെ ചൂണ്ടി പറയുന്നുണ്ട്, ലോകത്തെ ഏറ്റവും കൂടുതൽ അതിദരിദ്രമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന്. അവിടെ ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ വേണ്ടി കഴിയുന്നു, ഇതാ അതിദരിദ്രരാരുമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുന്നു. കൃത്യമായി ആരാണ് അതിദരിദ്രർ? 64,006 പേരെ അങ്ങനെ കണ്ടെത്തി. ആ കണ്ടെത്തിയ ആളുകളെ ഓരോരുത്തരുടെയും ജീവിതം വ്യക്തമായി മെച്ചപ്പെടുത്താനുള്ള പ്ലാൻ ഉണ്ടാക്കി അടുത്ത നവംബർ 1 അതിദാരിദ്ര്യമില്ലാത്ത നാടായി കേരളം മാറാൻ വേണ്ടി പോവുകയാണ്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ ആരോഗ്യ സൂചികകൾ നമ്മൾ മുന്നേറുന്നു. അമേരിക്കയുടെ മുന്നിലേക്ക് വരികയാണ് ശിശുമരണനിരക്കിൻ്റെ കാര്യത്തിൽ. ഇവിടെ പ്രസവിക്കുമ്പോൾ അമേരിക്കയിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്നതിനേക്കാൾ കുറവായി മാറുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു. ഇതെല്ലാം കേരളത്തിനുണ്ടായ മാറ്റമാണ് എന്ന് നാം കാണേണ്ടതുണ്ട്. ഇങ്ങനെ അതിനിടയിൽ കേരളത്തിലെ ക്ഷേമ പദ്ധതികൾ, അതിൽ താങ്കൾ ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട ലീഗുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനായ സുഹൃത്ത് മുഹമ്മദ് ഷാ പറയുകയാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല, കുടിശ്ശികയാണ്. അത് പഴയ കാലമാണ് സുഹൃത്തെ, കൊടുത്തു കഴിഞ്ഞു. കുടിശ്ശിക പൂർത്തീകരിച്ച് ഇതാ കൃത്യമായി ഈ ഓണം ഉൾപ്പെടെ കഴിയുമ്പോൾ കുടിശ്ശികയും മറ്റു കാര്യങ്ങളും തീർന്ന് ഇനി അങ്ങോട്ട് കൃത്യമായി ക്ഷേമ പെൻഷൻ മുന്നോട്ട് പോവുകയാണ്. അതായത് കുടിശ്ശിക കൊടുക്കേണ്ട സമയം ഓണമാണ്. ഓണത്തിനൊരു സമ്മാനം എന്ന നിലയ്ക്ക് അവർക്ക് അർഹതപ്പെട്ട ക്ഷേമ പെൻഷൻ ഓണത്തിന് സമയത്ത് കൊടുക്കും. അതൊരു രീതിയായി മാറിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ സതീഷ്, ഒന്ന് കേൾക്കൂ. പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് 2500 എന്ന വാഗ്ദാനത്തിൽ 2000 കൂട്ടാനുള്ള തീരുമാനം ഇതാ വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ക്ഷേമ പെൻഷൻ വർധന നടപ്പാക്കാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനം ഈ 9.5 വർഷത്തിന് ശേഷമാണോ നടപ്പാക്കാൻ പറ്റുകയെന്നാണ് ചോദ്യം. ഞങ്ങളൊരു പ്രകടന പത്രിക തയ്യാറാക്കുന്നത് ആ പ്രകടന പത്രിക പൂർണ്ണമായും ജനങ്ങളുടെ മുന്നിൽ നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ഒന്നാം ഗവൺമെന്റിൽ നിന്ന് രണ്ടാം ഗവൺമെന്റിലേക്ക് വരുമ്പോൾ ആദ്യ ഗവൺമെന്റിന്റെ മുമ്പ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ പൂർണ്ണമായ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടാണ് വന്നത്.
അതിൻ്റെ തുടർച്ചയായ ഒരു ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങളിപ്പോൾ ജനങ്ങളുടെ മുന്നിൽ പ്രകടന പത്രിക അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ഞങ്ങൾ നടത്തുന്ന മുന്നേറ്റത്തെക്കുറിച്ച് ഓരോ ഘട്ടത്തിലെയും കാര്യങ്ങളെക്കുറിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഈ രാജ്യത്ത് വേറെ ഏത് ഗവൺമെൻറ്റാണ് ഇങ്ങനെയുള്ളത്? നിങ്ങൾ ഞങ്ങളെ കുറ്റം പറയുന്നുണ്ടല്ലോ, ഒന്ന് ചൂണ്ടിക്കാണിക്കുക. പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകടന പത്രിക ഒരു തമാശയല്ലേ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്ത്യയിലെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. കേൾക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഈ ക്ഷേമകാര്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായി നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നേറ്റം ഇനിയും ഉണ്ടാകും. അതിനെ ഇപ്പോൾ ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ 4 ലക്ഷം രൂപ സർക്കാർ മുടക്കി 5 ലക്ഷത്തിൽ പരം ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ പുതിയ എല്ലാ പഞ്ചായത്തുകളുമായി അടുത്ത ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും കരാർ ഏർപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ ഒരു രംഗത്ത് നിൽക്കുകയാണ് കേരളം. 4 ലക്ഷം രൂപയ്ക്ക് തുല്യമായ മൂല്യം സർക്കാർ ചെലവഴിച്ച്, സംസ്ഥാന സർക്കാർ ചെലവഴിച്ച് 5 ലക്ഷം വീടുകൾ ഉണ്ടാക്കിയ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ പേര് പറയാൻ വേണ്ടി പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. ലോകത്തെവിടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്? അത് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. 62 ലക്ഷം പേർക്ക് 1600 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് വേറെയുള്ളത്? ഇതെല്ലാം നമ്മൾ കാണേണ്ടേ? ഇവിടെ ആശാ വർക്കറിൻ്റെ കാര്യം അതൊരു എന്താണ്, ഞങ്ങളെ ഒന്ന് കുറ്റപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ ഇടയിൽ എടുത്തിടുകയാണ്. 1000 രൂപ ഉണ്ടായിരുന്നത് 7000-ലേക്ക് വർദ്ധിക്കുകയും 13,500 വരെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുകയും ചെയ്യുന്നു കേരളത്തിൽ. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴും അവരെ പറ്റിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായിട്ടോ അവർക്ക് കൊടുക്കേണ്ട പണം കൊടുക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരായോ വർത്തമാനം പറയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞങ്ങൾ ഈ മേഖലയിൽ പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ള എല്ലാവരുടെയും എല്ലാ ആനുകൂല്യവും ഇനിയും വർദ്ധിപ്പിക്കും. അതാണ് ഇടതുപക്ഷത്തിന്റെ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സജീഷ്, എന്റെ ആദ്യ ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് ഞാൻ ദയവായി അഭ്യർത്ഥിക്കുകയാണ്. ഇത്രത്തോളം ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയ സർക്കാരിന് തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ സാമുദായിക നേതാക്കളുടെ പിന്തുണയുടെ ആത്മവിശ്വാസം നേടുന്നത്? ജനക്ഷേമം ഒരു വശത്ത് നടപ്പാക്കുമ്പോൾ അത് മതിയല്ലോ. പിന്നെ എന്തിനാണ് സാമുദായിക നേതാക്കളുടെ പിന്തുണ? അതും വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തുന്ന ചിലരുടെ പിന്തുണ കൂടി ഈ ഘട്ടത്തിൽ. ഒരു കാര്യം, ഒരു സമൂഹത്തിൽ ഒരു ഗവൺമെൻറ്, ഒരു സംവിധാനം നേരായ നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും പിന്തുണ ലഭിക്കും. ആ എല്ലാ സാമുദായിക സംഘടനയിൽ പ്രവർത്തിക്കുന്നവരായാലും ഈ സമൂഹത്തിൽ മറ്റെല്ലാ നിലയിൽ പ്രവർത്തിക്കുന്നവരായാലും ഓരോരുത്തരുടെയും ജീവിതത്തിൽ വികസനത്തിൻ്റെയും കരുതലിൻ്റെയും ക്ഷേമത്തിൻ്റെയും സ്പർശമുണ്ടാകുന്നു ഒരു ഗവൺമെൻറ്റിലൂടെ. ആ ഗവൺമെൻറ് രാജ്യത്തിന് മാതൃകയായി മുന്നോട്ട് പോകുന്നു. വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും കരുതലും കൃത്യമായി ഒരു ഗവൺമെന്റ് സമുദായ നേതാക്കളുമായി മന്ത്രി വി.എൻ. വാസവൻ ചർച്ച നടത്തുകയും മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയ ഉറപ്പുകൾ, വിശ്വാസവുമായി ബന്ധപ്പെട്ട ഉറപ്പുകൾ, അതിന്റെ അടിസ്ഥാനത്തിലുള്ള പിന്തുണ, അതിനാണ് ഞാൻ പോയത്, അതിനാണ് പ്രതിനിധി അയ്യപ്പ സംഗമത്തിൽ അയച്ചത് എന്നാണ് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ക്ഷേമ പ്രവർത്തനങ്ങൾ അവിടെ മാറ്റിവെക്കൂ. സമുദായ നേതാക്കൾക്ക് നിങ്ങൾ കൊടുത്ത ഉറപ്പ് എന്താണ്? എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ഉറപ്പ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ വികസനത്തിൻ്റെ സ്പർശമുണ്ടാകും. അവർ ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് തന്നെ കേരളം മുന്നേറും. അത് ശബരിമലയുടെ കാര്യത്തിൽ ഇവർ കള്ളക്കളിയാണ് കളിച്ചത് BJPയും കോൺഗ്രസ് എന്ന് ശ്രീ സുകുമാരൻ നായർക്കുൾപ്പെടെ പറയേണ്ടി വന്നല്ലോ. അങ്ങനെ പറയേണ്ടി വരുന്ന സാഹചര്യം എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നു? കഴിഞ്ഞ മണ്ഡലകാലത്തേക്ക് നോക്കിയാൽ മതി. 53 ലക്ഷത്തിൽ പരം ആളുകൾ അവിടെ ഒരു പ്രശ്നവുമില്ലാതെ കൃത്യമായി, അതിൻ്റെ ഇടയിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ഇവിടെ കോൺഗ്രസ് BJP ശ്രമമുണ്ടായി, വെർച്വൽ ക്യൂവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതെല്ലാം വളരെ സ്മൂത്തായി നടന്നു. കഴിഞ്ഞ തവണത്തിനേക്കാൾ 7.5 ലക്ഷം അധികം ആളുകൾ ശബരിമലയിൽ ഭംഗിയായി പോയി അവരുടെ വിശ്വാസ പ്രകാരം. ശരി, ശബരിമലയിൽ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട നിലപാടിൽ നിന്നും നിങ്ങൾ പിന്നാക്കം പോയോ? അതിൽ നിങ്ങൾക്ക് ഇനി ആ നിലപാടല്ല എന്നതാണോ നിങ്ങൾ NSS ജനറൽ സെക്രട്ടറിക്ക് നൽകിയ ഉറപ്പ്? സ്മൃതി, ഒരു കാര്യം, സ്മൃതിക്ക് ഇങ്ങനെ ചോദ്യോപചോദ്യമൊക്കെ ഉണ്ടാവും. ശരി, അത് സന്തോഷം. ഒരു കാര്യം, ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞു. ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാട്, ശബരിമലയുടെ മുന്നേറ്റം ഒരു ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു. അത് പൊതുസമൂഹത്തിൻ്റെ കൂടി ഭാഗമാണ്. അതായത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ കേരളത്തിൻ്റെ ഏറ്റവും നല്ല ഒരു പ്രതീകമായിട്ടുള്ള ഒരു ആരാധനാ സ്ഥലമാണത്. അവിടെ എല്ലാ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകണം. അവിടുത്തെ തിരക്കുകൾ നിയന്ത്രിക്കപ്പെടണം. കേരളത്തിലേക്ക് ആളുകൾ കടന്നു വരുന്നത് കേരളത്തിന് കൂടി സഹായകരമാണ്. ഇവിടെ തീർത്ഥാടന ടൂറിസത്തിൻ്റെ ഭാഗമായി മാറണം. ഈ ഉദ്ദേശത്തോടു കൂടി കേരള ഗവൺമെൻറ് സംഘടിപ്പിക്കപ്പെടുന്ന അയ്യപ്പ സംഗമത്തിന് ആളുകൾ വരുന്നു. അതിൻ്റെ സതുദ്ദേശത്തെ തിരിച്ചറിയുന്നു. അവർ കൂടെ നിൽക്കുന്നു.
അതിൽ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? അല്ല, അതിന് ജനറൽ സെക്രട്ടറി ഒരു അഭിമുഖത്തിൽ കൃത്യമായി പറയുന്നുണ്ട് എസ് കെ സജീഷ്. അതുകൊണ്ടാണല്ലോ ഈ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ഉറപ്പ് NSS ജനറൽ സെക്രട്ടറിക്ക് കിട്ടിയിട്ടുണ്ട്. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ പിന്നെ മന്ത്രി VN വാസവൻ മിണ്ടുന്നില്ല. അത് ഈ സ്ത്രീ പ്രവേശം ഒരു തരത്തിലും അനുവദിക്കില്ല, ഞങ്ങൾക്ക് പിഴവ് പറ്റി എന്നതാണോ സർക്കാർ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ നേരത്തെയുള്ള പ്രഖ്യാപിത നിലപാടിൽ നിങ്ങൾ പിന്നാക്കം പോയോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വേഗം വികസനവും വെർച്വൽ ക്യൂവും എടുത്തിടണ്ട. ശരി സ്മൃതി, ഈ ചോദ്യം വളരെ സങ്കീർണമായ ചോദ്യമാണല്ലോ. അതിനനുസരിച്ച് ചെറിയൊരു സമയം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതായത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, CPIM-നെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചപ്പാട് വിശ്വാസികൾക്ക് വിശ്വസിക്കാനും അതോടൊപ്പം വിശ്വസിക്കാതിരിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാതിരിക്കാനും ഈ സമൂഹത്തിൽ തുല്യതയോടുകൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് പണ്ട് നമ്മുടെ ക്ഷേത്രപ്രവേശന സമരങ്ങളെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപപ്പെട്ട് വന്നതിന് ശേഷം നടന്ന പാലിയം സമരം ഉൾപ്പെടെ ചെങ്കൊടി പിടിച്ച് നയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ക്ഷേത്രത്തിലേക്ക് സാധാരണക്കാരന് പ്രവേശനത്തിന് വേണ്ടി, അതായത് വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിച്ച് തന്നെയാണ്. അമ്പലത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അമ്പലത്തിൽ പോകാനും, പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ ചർച്ചിൽ പോകാനോ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ പോകാനും, പോകാതിരിക്കുന്ന ആളുകൾക്ക് പോകാതിരിക്കാനും എല്ലാമുള്ള അവകാശം ഞങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ 91-ൽ ജസ്റ്റിസ് പരിപൂർണൻ്റെ വിധി വരുമ്പോൾ അങ്ങോട്ട് പ്രവേശനം അരുത് എന്ന് വിധി പറയുമ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമല്ലേ ഭരിക്കുന്നത്? ഞങ്ങളന്ന് അപ്പീലിന് പോയിട്ടില്ലല്ലോ. ഒരു കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് ഭരണഘടനാപരമായി നിന്നിട്ടേ ഉള്ളൂ. എന്താണോ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ കോടതി വിധിയെ മാനിച്ച് അത് നടപ്പാക്കുക എന്ന നിശബ്ദ പരിപാടിയല്ല നടത്തിയിരുന്നത്. സർക്കാരിന് ഇതിൽ നിലപാടുണ്ടാവുകയും ഇവിടെ നവോത്ഥാന സമിതി രൂപീകരിക്കുകയും വനിതാ മതിൽ തീർക്കുകയും ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് നവോത്ഥാനം നടപ്പാക്കുക എന്ന് പറയുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് പിണറായി വിജയൻ അന്നത്തെ മുഖ്യമന്ത്രിയാണ്. അത് വിശ്വസിച്ചിരുന്ന ഒരുപാട് പുരോഗമന ആശയങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെ നിരാശപ്പെടുത്തുന്ന തീരുമാനം ഇവിടെ ഉണ്ടാകുമ്പോൾ അതേക്കുറിച്ച് മിണ്ടുന്നില്ല. മതി, ഒരു പുരോഗമന ആശയം പിന്തുടർന്നയാൾക്കും നിലപാടുകളുടെ കാര്യത്തിൽ ഒരു ആത്മവിശ്വാസക്കുറവോ അല്ലെങ്കിൽ പ്രയാസമോ സൃഷ്ടിക്കപ്പെടില്ല. ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുക എന്നതാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും അത് നയിക്കുന്ന ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണവ്യവസ്ഥയിൽ, നിയമവ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റേയും കടമ. ആ കടമ നന്നായി നിർവഹിച്ചു പോകുന്നുണ്ട്. അത് നിർവഹിച്ചു പോകുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഒരു വിധി, ആ വിധിയുടെ ഭാഗമായി ആ വിധി നടപ്പിലാക്കാൻ ആ ഘട്ടത്തിൽ ഗവൺമെൻറ് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആ വിധി വരുന്നതിന് മുമ്പുള്ള അഫിഡവിറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ ആ വിധിയിൽ വനിതാ മതിൽ ആ വിധി വന്നു. ആ വിധിയിൽ പറയട്ടെ ഞങ്ങൾ പറയട്ടെ. എന്തിനാണ് താങ്കൾ ഇനി ഒരു കാര്യം, നിങ്ങൾ കള്ളക്കളിയാണ് കളിക്കുന്നതെന്ന് അന്ന് സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ ഉൾപ്പെടെ പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്തിനാണ് ബേജാറാകുന്നത്? ഞങ്ങളൊന്ന് പറയട്ടെ, താങ്കൾ പ്രയാസപ്പെടണ്ട. നിങ്ങൾ കള്ളക്കളിയാണ് കളിച്ചത് എന്ന് അവർക്കുൾപ്പെടെ ബോധ്യമായി. നിൽക്കൂ. അപ്പോൾ ആ വിധിക്ക് ശേഷം പിന്നീട് സുപ്രീം കോടതിയിൽ ബെഞ്ചുകൾ വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം ഇപ്പോൾ ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇപ്പൊ ഒരു പിന്നെ എസ് കെ സജീഷ് ഉത്തരവിൽ സ്റ്റേ ഇല്ല. എന്നാ സ്മൃതി പോയിക്കോ നാളെ. സ്മൃതിക്ക് ആവശ്യം എന്താ? ദുഷ്ടലാക്ക് എന്ന് പറയുന്ന ആളുകൾക്ക് തിരിച്ചറിയാമല്ലോ. ഇപ്പോ സമാധാനപരമായി നിങ്ങൾ സംസാരിക്കുന്നത് കേരളത്തിലെ സമൂഹത്തോടാണ്. സാധാരണ വളരെ നന്നായിട്ടുണ്ട്. അപ്പുറത്ത് സ്മൃതിയും കൂടി ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അമൃതാനന്ദമയെ കുറിച്ച് അന്വേഷണം നടത്തി വിദേശവനിതയുടെ അഭിമുഖം എടുത്ത് ഡോക്യുമെന്ററി കൊടുക്കാം. അതിനുശേഷം അമൃതാനന്ദമയെ ഇപ്പോൾ ചെന്ന് കണ്ട് ചുംബനം നൽകി കാര്യങ്ങൾ ഇങ്ങനെ ഉരുവിടലല്ല ചാനൽ ചർച്ച. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകല്ലേ. ഒരു കാര്യത്തിൽ പറഞ്ഞു നിൽക്കാൻ നമുക്ക് അതിന് തീരുമാനമായിട്ട് പോകാം. താങ്കൾ ക്ലാസ് എടുക്കണ്ട, താങ്കൾ മറുപടി തന്നാൽ മതി. താങ്കൾക്ക് അതിൽ മറുപടി ഉണ്ടോ? അമൃതാനന്ദമയുമായി ബന്ധപ്പെട്ട ആൾദൈവങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിലപാടെന്താണ്? ആൾദൈവങ്ങളുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്താണ്? ക്ലാസ്സിൽ അച്ചടക്കമുള്ള കുട്ടിയായി ഇരിക്കാനും എനിക്ക് മനസ്സില്ല. കുഴപ്പമില്ല. ആൾദൈവങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാടെന്താണ്? സ്മൃതിയുടെ ക്ലാസ്സിൽ ഇരുന്ന് തരും. ആൾദൈവങ്ങളുടെ കാര്യത്തിൽ നിലപാടെന്താണ്? സ്മൃതിയെ പഠിപ്പിക്കാൻ വരുന്നില്ല. ആൾദൈവങ്ങളുടെ കാര്യത്തിൽ നിലപാടെന്താണ്? അല്ല, മറ്റേ നിലപാട് പറയട്ടെ. സ്മൃതി ഒന്ന് പറഞ്ഞു തീർത്തിട്ടില്ലല്ലോ. ഒരു കാര്യം ഇവിടെ അങ്ങനെ പറയുമ്പോൾ ഓരോന്നും പറയണം. നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി വൈകാരികമായി സംസാരിക്കുന്നവർ, BJPക്ക് വേണ്ടി സംസാരിക്കുന്നവർ, അവരെന്താ പറയാത്തത്?
എന്താ അപ്പുറത്ത് RSSന്റെ സുവർണാവസരത്തെക്കുറിച്ച് പറയാത്തത്? ഒരു ചോദ്യം ചാനൽ ചർച്ചയിൽ വരുന്നില്ല. ഒരു കോൺഗ്രസ് നേതാവും VD സതീശൻ അങ്ങോട്ട് ചോദിക്കുന്നില്ല, ഒരു ലീഗ് നേതാവും ചോദിക്കുന്നില്ല. എന്താ ചോദിക്കാത്തത്? ഇവിടെ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കണമെന്ന് പറഞ്ഞതാരാ? RSSന്റെ സർസംഘചാലക് കഴിഞ്ഞാൽ ജനറൽ സെക്രട്ടറിയായി 2ാം സ്ഥാനത്ത് ഇരിക്കുന്ന ഭയ്യ ജോഷി ഇപ്പോൾ പറയുന്നു. എന്തേ RSS പുറത്താക്കാത്തത്? എന്തേ BJP പറയാത്തത്? എന്തേ കോൺഗ്രസ് പറയാത്തത്? ഇവിടുത്തെ 99-ലെ ശബരിമല സപ്ലിമെന്റ് അകത്ത് ശരി പറയും, എനിക്കറിയാം. ശരിക്ക് താഴെ അല്ല, അത് താങ്കളുടെ തെറ്റിദ്ധാരണയാണ്. എനിക്ക് സമയം നൽകിയതല്ല. പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, UDFന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പോഴും ആ കേസ് കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ ചേരിയിൽ കെട്ടിയാൽ ചോദ്യങ്ങളില്ല. അങ്ങേക്ക് എത്ര വേണമെങ്കിലും അത് ചോദിക്കാം. എനിക്ക് കോൺഗ്രസിനോട് ചോദിക്കാനുള്ള ഞാൻ കോൺഗ്രസിനോട് ചോദിക്കും, ലീഗിനോട് ചോദിക്കാൻ ലീഗിനോട് ചോദിക്കും, CPM-നോട് ചോദിക്കാൻ CPM-നോട് ചോദിക്കും. ശ്രീ ടി കെ വിനോദൻ, ഇപ്പോൾ 3ാം തുടർഭരണം അത് ഏതാണ്ട് ഉറപ്പിക്കുകയാണ് എന്നാണ് പാർട്ടി സെക്രട്ടറി ഇന്ന് പ്രതികരിച്ചത്. അതിനുള്ള ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ നല്ല ഭരണം, ജനങ്ങളോടുള്ള കരുതൽ, ക്ഷേമ പദ്ധതികൾ, വികസനം, ഇതൊക്കെയാണ്. അതിനു മുകളിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് സാമുദായിക നേതാക്കളുടെ പിന്തുണ. അത് ഇത്രയും കാലം UDF-നൊപ്പം നിന്നിരുന്ന, അല്ലെങ്കിൽ UDF-നൊപ്പമാണ് എല്ലാ കാലത്തും നിന്നിരുന്ന NSS ജനറൽ സെക്രട്ടറി പരസ്യമായി പറയുന്നു സർക്കാരിൻ്റെ നിലപാടിനോടുള്ള പിന്തുണയാണ്, സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന്. അത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒറ്റ വിഷയത്തിലുള്ള പിന്തുണയായിട്ട് അതിനെ കാണാമോ? ഇത് വിജയത്തിനുള്ള സമവാക്യങ്ങളെല്ലാം ഒത്തുചേർന്നിരിക്കുകയാണോ ഇപ്പോൾ ഇടതുപക്ഷത്തിന്? താൻ നയിക്കുന്ന പാർട്ടിയും മുന്നണിയും വിജയിക്കും എന്ന് ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. അതിൻ്റെ കാരണങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹം പറയേണ്ടതുണ്ട്. ഗോവിന്ദൻ മാസ്റ്റർ ആ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ അക്കൂട്ടത്തിൽ സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു വാക്യം അദ്ദേഹം പറഞ്ഞത്, സാമുദായിക സംഘടനകൾ കൂടെയുണ്ട്. തങ്ങൾ വിജയിക്കാനുള്ള കാരണങ്ങളിൽ നിന്ന് സാമുദായിക സംഘടനകൾ കൂടെയുണ്ട്. ഏതാണ് ഈ സാമുദായിക സംഘടനകൾ? NSS-ഉം SNDP ആയിരിക്കും പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത്. ഈ NSS വിചിത്രമായ ചില വാദങ്ങൾ, ചില പ്രയോഗങ്ങൾ, ശരി ദൂരം സമദൂരം എന്നൊക്കെ പറയും, ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല എന്ന് പറയുകയും നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം കൊടുക്കണമെന്ന് വളരെ വാശിയോടുകൂടി വാദിച്ച ഈ സാമുദായിക സംഘടനകളെയൊക്കെ സംബന്ധിച്ച് അവരുടെ സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. സുകുമാരൻ നായർ അങ്ങനെ പറയട്ടെ, NSS പറയട്ടെ, അവർക്ക് ഒരു തരത്തിലും സ്വാധീനം ചെലുത്താൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കേരളത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിലും ഒരു തെരഞ്ഞെടുപ്പിലും ഏതെങ്കിലും രീതിയിൽ ജയപരാജയങ്ങൾ തീരുമാനിക്കാൻ ഈ സാമുദായിക സംഘടനകൾക്ക് കഴിയത്തില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സുകുമാരൻ നായർ അവിടെ നിൽക്കട്ടെ. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലമായി ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായി നടത്തുന്ന അങ്ങേയറ്റം ഹീനമായ പ്രചരണം ശരിക്കും മതസ്പർദ്ധ സൃഷ്ടിക്കുന്നു എന്ന കാരണത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ജാമ്യം ഇല്ലാത്ത വകുപ്പ് അനുസരിച്ച് കേസ് എടുക്കേണ്ടതാണ്. അത്ര രീതിയിൽ കേരള സമൂഹത്തിൽ അങ്ങേയറ്റം ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ ഇടതുപക്ഷം കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അഭിമാനപൂർവ്വം കൈപിടിച്ച് മുമ്പോട്ട് നിർത്തുന്നു എന്ന് പറയുന്നത് അത്ര നിസ്സാരമായൊരു കാര്യമല്ല. എനിക്ക് അങ്ങേയറ്റത്തെ ആശങ്ക തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിക്കുന്ന ഒരു ടേം ഉപയോഗിച്ചാൽ കടുത്ത പാർലമെൻ്ററി വ്യതിയാനം സംഭവിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം പാർലമെൻ്ററി വിജയങ്ങൾക്ക് വേണ്ടി, തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന ആദർശങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നതിനെയാണ് സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പാർലമെൻ്ററി വ്യതിയാനം എന്ന് പറയുന്നത്. ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂട്ടിക്കൊണ്ട് അമൃതാനന്ദമയ്യെ കെട്ടിപ്പിടിച്ചുകൊണ്ട് DYFIയുടെ നേതാവ് ഇവിടെ ഇരിപ്പുണ്ട്. DYFI നടത്തിയ വലിയ സംഗമം ചിന്നക്കടയിൽ കണ്ടിട്ടുള്ളതാണ് ഞാൻ, അമൃതാനന്ദമയ്ക്കെതിരായി, ആൾ ദൈവങ്ങൾക്കെതിരായി. അപ്പോൾ ഇങ്ങനെ 10 വോട്ടിന് വേണ്ടി വലിയ പാർലമെൻ്ററി വ്യതിയാനം സംഭവിക്കുന്നു എന്ന് ആശങ്ക ഇടതുപക്ഷ അനുഭാവികളിൽ, ഇടതുപക്ഷ പ്രവർത്തകരിൽ ഉണ്ട്. ഞാൻ ചില സംഭവങ്ങൾ, ചില പഴയ സംഭവങ്ങൾ ഓർക്കുകയാണ്. CK ചന്ദ്രപ്പൻ ചേർത്തലയിൽ AK ആന്റണിക്കെതിരായിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത്, അതിനു മുമ്പാണ് ശിവഗിരിയിലെ പോലീസ് നടപടി ഉണ്ടായത്. അന്ന് സ്വാമി ശാശ്വതികാനന്ദ ഈ തെരഞ്ഞെടുപ്പിൽ CK ചന്ദ്രപ്പന് വേണ്ടി AK ആന്റണിക്കെതിരായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തുടങ്ങി. അന്ന് ഒരു അപകടം പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന ചന്ദ്രപ്പനെ സന്ദർശിക്കാനായിട്ട് ശാശ്വതികാനന്ദ ചെന്നു. ശാശ്വതികാനന്ദ ചെന്നപ്പോൾ
ചന്ദ്രപ്പൻ പറഞ്ഞു മറ്റുള്ളവരെല്ലാം ഒന്ന് പുറത്തുകൊണ്ടിരിക്കണം, എനിക്ക് സ്വാമിയോടൊന്ന് സംസാരിക്കണം. ചന്ദ്രപ്പൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രചരണം നടത്തരുത്, ഇവിടെ നിന്ന് പോകണം. ശാശ്വതികാനന്ദ ആദ്യം വല്ലാതെ അദ്ദേഹം അപ്സെറ്റായി. അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയല്ല, AK ആൻ്റണിക്ക് എതിരായിട്ടാണ് പ്രചരണം നടത്തുന്നത്. അപ്പോൾ ചന്ദ്രപ്പൻ പറഞ്ഞു ഫലത്തിൽ രണ്ടും ഒന്നാണ്, നിങ്ങൾ ഇനിയും ഇവിടെ നിന്ന് പ്രചരണം നടത്തിയാൽ നിങ്ങൾക്കെതിരായി എനിക്ക് പ്രസ്താവന ഇറക്കേണ്ടി വരും. അതായത് ശിവഗിരിയിലെ പോലീസ് നടപടി അത് തീർച്ചയായിട്ടും കോടതി വിധി നടപ്പാക്കലാണ്, അത് എക്സസ് ആയിപ്പോയി, അത്തരം കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. പക്ഷേ അതിനെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ സഖാവ് ചന്ദ്രപ്പൻ ആഗ്രഹിച്ചിരുന്നില്ല. കോടതി വിധി നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ ഒരു സാമുദായിക വികാരം ഇളക്കി വിട്ടൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അദ്ദേഹം എന്നല്ല, അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അങ്ങനെ ഒരു നിലപാടാണ് ഉണ്ടായിരുന്നത്. അത് ശാശ്വതികാനന്ദയെ പോലെ ഒരാളെ ശരിക്കും അതിൽ ശാശ്വതികാനന്ദ അവിടെ തിരിച്ചുപോയി. ആ തെരഞ്ഞെടുപ്പിൽ AK ആൻ്റണി വിജയിച്ചതിൻ്റെ പിന്നിൽ അങ്ങനെ ശാശ്വതികാനന്ദയുടെ വിശ്വാസികൾ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ വിശ്വസിച്ചത് ശാശ്വതികാനന്ദ അപമാനിതനായി തിരികെ പോയതുകൊണ്ടാണ് അവിടെ ചന്ദ്രപ്പൻ പരാജയപ്പെട്ടതാണെന്ന്. പക്ഷെ അങ്ങനെ ആ പരാജയമല്ല, അവിടെ അടിസ്ഥാന ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ നിലകൊള്ളുക എന്ന അതൊരു നിലപാടാണ്. അതുപോലെ ഒരു സംഭവം കൂടെ ഞാൻ ഓർക്കുന്നത്, KV സുരേന്ദ്രനാഥ് നെടുമങ്ങാട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ അദ്ദേഹത്തിനെതിരായി മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവ് വരദരാജൻ നായർക്കെതിരായി വളരെ മോശപ്പെട്ട പരാമർശം അവിടെ വേദിയിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ച ഒരാൾ നടത്തി. KV സുരേന്ദ്രനാഥ് അതുവഴി കടന്നുപോയി. അദ്ദേഹം കടന്നുപോയപ്പോൾ വാഹനം നിർത്തിയിട്ട് വേദിയിലേക്ക് കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അങ്ങനെ സാധാരണ ആശാൻ ചെയ്യുന്നതല്ല, വേദിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആളെ മാറ്റിയിട്ട് അദ്ദേഹം മൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ, അങ്ങനെയാണ് ആശാൻ്റെ ഒരു രീതി, ആൾപേരായി മത്സരിക്കുന്ന ആളാണ് ഞാൻ, എൻ്റെ പേര് സുരേന്ദ്രനാഥ് എന്നാണ്. ഇവിടെ എനിക്കെതിരായി മത്സരിക്കുന്ന വരദരാജൻ നായർ സാറിനെ കുറിച്ച് വളരെ ആക്ഷേപകരമായ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നത് കേട്ടു, ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു. എന്നിട്ട് എസ് വരദരാജൻ നായർ കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവനകൾ എന്താണ് എന്ന് വിശദമായി പറഞ്ഞിട്ട്, ഇത് വരദരാജൻ നായരും സുരേന്ദ്രനാഥും തമ്മിലുള്ള ഒരു മത്സരമല്ല, രണ്ട് രാഷ്ട്രീയ ആദർശങ്ങൾ തമ്മിൽ, രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ്, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിങ്ങൾ നിൽക്കണം. പഴയകാല പ്രതികരണങ്ങൾ ഇങ്ങനെ CPയിൽ നിന്ന് മാത്രമല്ല CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്നും ഓർത്തു കഴിഞ്ഞാൽ അങ്ങനെ ഓർത്തെടുക്കാനുണ്ടാകും. തീർച്ചയായിട്ടും ഞാനിപ്പോൾ രണ്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ വർത്തമാനകാല ഞാൻ പറയാൻ വന്നത്, ഇന്നിത് കേൾക്കുമ്പോൾ ഒരു അതിശയം പോലെ തോന്നും. പണ്ടേതോ കാലത്ത് നടന്ന സംഭവങ്ങൾ തീർച്ചയായിട്ടും. പക്ഷേ ഈ പാർലമെന്ററി വ്യതിയാനം കേരളത്തിലെ ഇടതുപക്ഷത്തിന് വലിയ പരിക്കേൽപ്പിക്കുമെന്നിരിക്കുന്നു. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇടതുപക്ഷം അതിൻ്റെ നയങ്ങളിൽ നിന്ന്, ആദർശങ്ങളിൽ നിന്ന്, മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നത് വലിയ അപകടം ചെയ്ത്, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ നടേശനെയൊക്കെ കൂടെ കൂട്ടി ഒരു ഹിന്ദു ഏകീകരണം ഇടതുപക്ഷം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഒരു ഹിന്ദു ഏകീകരണം കേരളത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ആത്യന്തികമായി അത് ബി ജെ പിക്ക് വഴിതെളിക്കുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പടിഞ്ഞാറൻ ബംഗാളിൽ, ത്രിപുരയിൽ ഒക്കെ സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറാവണം. ലോകത്തെവിടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരത്തിൽ വന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലും ഇടതുപക്ഷത്തെ കാത്തിരിക്കുന്ന അത്ര നല്ല ഇതിൽ ഇപ്പോൾ CPI ഇപ്പോൾ അവകാശപ്പെടുന്നത്, CPI സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ഇന്ന് കനൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ, സ്വന്തം പാർട്ടിയുടെ യൂട്യൂബ് ചാനലിലൂടെ പ്രതികരിച്ച ഒരു കാര്യം, ഞങ്ങളിവിടെ തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ നിലവിൽ CPI തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ടോ? വല്ലപ്പോഴും വരുന്ന ചില വിമർശന സ്വരങ്ങൾ അത് തന്നെ ഒന്ന് പറഞ്ഞു പോകും, രണ്ടാമത് ഒന്നുകൂടി അമർത്തി ചോദിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ആ പ്രതികരണം ഉണ്ടാകില്ല. ഇപ്പോൾ MR അജിത് കുമാറിൻ്റെ കാര്യത്തിലൊക്കെ എടുത്ത നിലപാട്, ഞങ്ങൾ തിരുത്തൽ ശക്തിയായി നിന്നുകൊണ്ടാണ് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ കോടതി വിധിയിൽ വന്ന ശേഷം നടപടി എടുക്കാതെ വഴിയില്ല, തരമില്ല എന്ന് വന്ന ഘട്ടത്തിൽ മാത്രമാണ് MR അജിത് കുമാറിനെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. CPI എന്ത് തിരുത്തലാണ് നടത്തിയിട്ടുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉള്ളിൽ സംഭവിക്കുന്നത് എന്താണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉള്ളിൽ നടക്കുന്ന ചർച്ചകൾ എന്താണെന്ന് അറിയാൻ നമുക്ക് വഴിയില്ലാത്ത നിലയ്ക്ക് അവിടെ CPI തിരുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ നമുക്കിപ്പോൾ കഴിയത്തില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളുടെ സ്വഭാവം നമുക്ക് അറിയത്തില്ല. പലപ്പോഴും ഈ കാര്യങ്ങളിൽ CPI പരസ്യമായി പറയുന്ന കാര്യങ്ങളിൽ അതിൽ ഒരു തിരുത്തലിൻ്റെ സ്വഭാവം കാണാനുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, CPIക്ക് വേണ്ടി സംസാരിക്കാനുള്ള അർഹത എനിക്കിവിടെ ഇല്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളിൽ നയവ്യതിയാനങ്ങളുടെ കാര്യത്തിൽ CPI അഭിപ്രായം പറയുന്നുണ്ട് എന്നാണ് ഞാൻ
ശരി, പ്രതീക്ഷിക്കുന്നത്. അല്ല, പക്ഷേ പുറത്തേക്ക് അത് കാണിക്കണമല്ലോ ശ്രീ ടി കെ വിനോദൻ. പുറത്തേക്ക് എത്രത്തോളം കാണുന്നു എന്നുള്ളതാണ്. അകത്തെ ചർച്ചകൾ നമ്മുടെ വിഷയമല്ല. അകത്തെ ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലനം പുറത്തേക്ക് കാണും. അങ്ങനെ കണ്ട സാഹചര്യങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ബിനോയ് വിശ്വം പറഞ്ഞ ഒരു കാര്യം, മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുത്, ഒരു ചോദ്യത്തിനുത്തരമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് ആർക്കെതിരെയാണ്, ആരോടാണ് പറയുന്നത്? കാരണം അതിൽ വിമർശനങ്ങളും വേറെ വന്നല്ലോ. ആരാണ് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് ചോദിക്കുമ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടിയില്ല. അവിടെ തിരികെയാണ്. അതോടാണ് ചോദിക്കുന്നത്, വിമർശനത്തിന്റെ സ്വഭാവം ഞങ്ങൾ തിരുത്തൽ ശക്തിയാകുന്നു എന്നൊക്കെ ഇതൊക്കെ നടത്തിയ കാര്യമാണോ, അതോ വെറുതെ ഈ പറയുന്ന കനലിലൂടെ പറഞ്ഞു വരുമ്പോൾ കനലിൽ ചോദ്യങ്ങളില്ലല്ലോ? അതൊരു നിലപാടാണല്ലോ. മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. തീർച്ചയായിട്ടും അത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ കേരളത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ എന്താകും എന്നതാണ് പ്രശ്നം. തീർച്ചയായിട്ടും മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പാർട്ടിയിൽ, സ്വന്തം മുന്നണിയിൽ അങ്ങനെ ഒരു വ്യതിചലനം ഉണ്ടായാൽ അതിനെ ചെറുക്കാനുള്ള ബാധ്യതയുണ്ട്. അങ്ങനെ വ്യതിചലനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും. ഞാൻ ശ്രീ ജോർജ് പൊടിപ്പാറ, അങ്ങേലേക്ക് വരാൻ വൈകി ക്ഷമിക്കണം. ശ്രീ ജോർജ് പൊടിപ്പാറ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഒരുക്കങ്ങളുടെ കാര്യത്തിൽ വളരെ നേരത്തെ തന്നെ അതിൻ്റെ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. മൂന്നാം ഊഴം, അതിനുള്ള ആത്മവിശ്വാസം കിട്ടുന്ന കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അപ്പുറത്തൊന്നും പ്രതിപക്ഷത്തൊന്നും നമ്മൾക്ക് ആ രൂപത്തിൽ കാര്യങ്ങൾ കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ സമരങ്ങളുടെ കാര്യങ്ങൾ തന്നെ എടുക്കൂ. ഇപ്പോൾ എന്തൊക്കെ വിഷയങ്ങളിൽ, എത്രത്തോളം തെരുവുകളിൽ സമരമുണ്ട്? ഈ സമരമാർഗം എന്നുള്ളത് ഒരു പഴയ ശൈലിയാണ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രതിപക്ഷം ജനങ്ങളോട് പറയുന്നത്? ഈ ഭരണവുമായി ബന്ധപ്പെട്ട് ഈ കൊണ്ടുവന്നിരിക്കുന്ന ഭരണത്തിലെ പിടിപ്പുകേടുകൾ എന്ന് പറയുന്നതിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യങ്ങൾ പറയുക. ഇന്നിപ്പോൾ GST തട്ടിപ്പിന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. പക്ഷേ എന്താണ് അതിലൊരു തുടർ നടപടി? വാർത്താ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ പറയുക, സഭയിൽ ചില കാര്യങ്ങൾ പറയുക, അതിലപ്പുറം എന്താണ്? ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ, രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പ്രതികരണം നടത്തിയ BJP വക്താവ്, ആ വിഷയം പോലും തെരുവിലേക്ക് സമരം നടത്താൻ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മന്ത്രി P. രാജീവിന്റെ പരിഹാസമാണ് സഭയിലുണ്ടായത്. ആ പരിഹാസത്തെ കുറ്റം പറയാൻ പറ്റും? സ്മൃതി, ഇവിടെ സജീഷിനെ സംബന്ധിച്ചിടത്തോളമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശദീകരണം നമ്മൾ കേട്ടു. വികസനം, കരുതൽ, ക്ഷേമം. അതുപോലെ തന്നെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ M. V. ഗോവിന്ദൻ മൂന്നാം ഊഴം ഉറപ്പാണ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ചാനലിൽ എഴുതി കാണിച്ച മറ്റൊന്ന്, അതായത് SNDP എന്ന സംഘടനയുടെ അനിഷേധ്യ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇത്രത്തോളം സംഘടനയെ വളർത്തിയ മറ്റൊരാളില്ല. അതിനോടൊപ്പം തന്നെ ജാതി പറയും, ഇനിയും പറയും എന്ന് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാം ഊഴം കിട്ടും എന്ന് അവകാശപ്പെടാനുള്ള അർഹതയും അല്ലെങ്കിൽ അതിനുള്ള അവകാശമൊക്കെ ശ്രീ M. V. ഗോവിന്ദനുണ്ട്. തീർച്ചയായിട്ടും മൂന്നാം ഊഴം കിട്ടുമെന്ന് പറയാൻ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ CPM-നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ CPM-നോടൊപ്പം പ്രവർത്തിക്കുന്ന സജീഷ് അടക്കമുള്ളവർക്കെല്ലാം പറയാൻ അവകാശമുണ്ട്. ഈ അവകാശത്തെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ പ്രശ്നം, സജീഷ് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രത്തോളം വികസനവും ഇത്രത്തോളം കരുതലും ഇത്രത്തോളം ക്ഷേമവും ഉറപ്പുകൊടുത്ത, ഇത്രത്തോളം ജനങ്ങളോട് ചേർന്ന് നിന്ന, ഇത്രത്തോളം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഒരു സർക്കാർ ഏറ്റവും ഒടുവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോലും എന്തുകൊണ്ട് ഈ 11,000 വോട്ടിന്, ഞാൻ സൂചിപ്പിക്കുന്നത് നിലമ്പൂരാണ്, നിലമ്പൂരിൽ 11,000 വോട്ടിന്, അതാണ് ഏറ്റവും ഒടുവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ്, 11,000 വോട്ടിനാണ് തോറ്റത്. അത് മുമ്പ് അവരുടെ സ്ഥാനാർത്ഥിയായിരുന്ന PV അൻവർ ജയിച്ച മണ്ഡലമാണ്. അൻവർ സ്വയം 10,000-20,000 വോട്ട് പിടിക്കുകയും ചെയ്തു. എന്നിട്ടും 11,000 വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു. അതിന് തൊട്ട് മുമ്പ് പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF-ൻ്റെ വോട്ടിൽ ഒരു വളർച്ചയും ഉണ്ടായില്ല. പകരം BJP-യുടെ കൈവശമുള്ള വോട്ടുകൾ കൂടി പിടിച്ചെടുത്തുകൊണ്ട് കോൺഗ്രസ് 18,000-ലധികം വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന കാഴ്ചകൾ. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും വേണമെങ്കിൽ സഹതാപ തരംഗം എന്നൊക്കെ പറഞ്ഞു സീറ്റുകളിലാണ് ജയിച്ചത്. ഈ നിലമ്പൂർ മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം സിറ്റിംഗ് സീറ്റുകളിലാണ് എന്നൊരു വാദം കൂടി പറയാനുണ്ടാവും അപ്പുറത്ത്. അല്ല സ്മൃതി അപ്പോഴും ചോദിക്കുന്ന, ഈ സജീഷിൻ്റെ അവകാശവാദം അംഗീകരിക്കുകയാണെങ്കിൽ, M. V. ഗോവിന്ദൻ്റെ അവകാശവാദത്തെ നമ്മൾ മുഖവിലക്കെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ അവരുടെ ക്ലെയിമുകളെല്ലാം അംഗീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയെല്ലാം അവർ ജയിക്കേണ്ടതാണ്.
കാരണം ഒരു ഭരണ കക്ഷി ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ആ ഒരു മെഷീനറി, അവരുടെ ഒരു സ്വാധീനം, മന്ത്രിമാർ, മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്യുന്നു, എന്നിട്ടും അവിടെ നിലവിലുള്ളതിൻ്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ വ്യത്യാസത്തിൽ തോൽക്കുക, ആകപ്പാടെ ജയിച്ചു എന്ന് പറയാൻ അവകാശപ്പെടാവുന്നത് ചേലക്കര മാത്രമാണ്. അവിടെ 39,000 നിന്ന് 12,000 മാറുമ്പോൾ അവിടെ നഷ്ടപ്പെട്ടത് ഏതാണ്ട് 27,000 വോട്ടുകളാണ് 2021 തെരഞ്ഞെടുപ്പിൽ നിന്ന് കിട്ടിയത്. കയ്യിൽ നിന്ന് പോയത്. ഞാൻ പറയുന്നത് അവകാശപ്പെടാൻ അർഹതയുണ്ട്. ഇവിടെ എന്നെ ചോദിക്കുകയാണ് ശ്രീ ജോർജ് പൊടിപ്പാറ തുടരാം. സജീഷിന് മാത്രം സംസാരിച്ചാൽ പോരല്ലോ. അപ്പോ സ്വാഭാവികമായിട്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പൊ ഈ ആത്മവിശ്വാസത്തിന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതും ക്ലാരിറ്റി വരുത്തിയതുമായ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വീണ്ടും കണക്ക് വെച്ച് പറയുമ്പോൾ ചെറിയൊരു സമയമാണ് സമയമാണ്. സജീഷ് അദ്ദേഹം പൂർത്തിയാക്കട്ടെ. അങ്ങയുടെ ഒരുപാട് വാചകങ്ങൾ നമ്മൾ കേട്ടല്ലോ. പ്രസംഗത്തിലേതുപോലെ അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ദീർഘമായി പറഞ്ഞല്ലോ. ചോദ്യങ്ങൾക്ക് ഉത്തരമല്ലല്ലോ അങ്ങ് പറഞ്ഞത്. അപ്പൊ ബാക്കിയുള്ളവർക്കും കൂടെ സമയം കൊടുക്കൂ. ഞാൻ 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നതെന്ന് സജീഷ് മറക്കരുത്. പ്ലീസ് സജീഷ്. ഇതൊരു ഒട്ടും ജനാധിപത്യമല്ല, ഇത് മര്യാദയുള്ള സമീപനമല്ല. ഫലത്തിൽ സംഭവിക്കുന്ന അതാണല്ലോ. എൻ്റെ സമയമാണല്ലോ പോകുന്നത്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ NSSൻ്റെ പിന്തുണ, ഈ പറഞ്ഞ സുകുമാരൻ നായർ എന്ന് പറയുന്ന നായർ സമുദായത്തിൻ്റെ നേതാവ് പറഞ്ഞ ചില വാക്കുകൾ, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഈഴവ സമുദായത്തിൻ്റെ SNDPയുടെ നേതാവ് പറഞ്ഞ ഉറപ്പുകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഈ 2 ഉറപ്പുകളുടെ പേരിലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ 9 വർഷത്തിലധികം കേരളം ഭരിച്ചൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ഇനിയും വരും എന്ന് പറയുന്നതെങ്കിൽ കഷ്ടം എന്നല്ലാതെ അതിന് വേറൊന്നും പറയാനില്ല. എന്തൊരു ഗതികേടാണിത്. 2 സമുദായ സംഘടനാ നേതാക്കൾ, അവർക്ക് എത്രത്തോളം കേരളത്തിൽ ക്രെഡിബിലിറ്റി ഉണ്ടെന്നും അവരുടെ വാക്കുകൾക്കും അവരുടെ വർത്തമാനങ്ങൾക്കും നിലപാടുകൾക്കും കേരള സമൂഹം എത്രത്തോളം വില കൊടുക്കുന്നുണ്ടെന്നും അവരുപയോഗിക്കുന്ന പലപ്പോഴും അവർ പറയുന്നത് എത്രത്തോളം വർഗീയത ചീറ്റുന്ന അല്ലെങ്കിൽ വർഗീയത വളർത്തുന്ന പ്രസ്താവനകൾ, പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തും പിന്നീടുമൊക്കെ നടത്തിയ പ്രസ്താവനകൾ സത്യത്തിൽ കേരള സമൂഹത്തിലെ ഏറ്റവും വലിയ വർഗീയതയാണ് നമ്മൾ കേട്ടത്. അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഉറപ്പാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ CPM നയിക്കുന്ന ഇടതുമുന്നണിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് പറയാനുള്ള ഊർജവും ആത്മവിശ്വാസവും നൽകുന്നതെങ്കിൽ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കഷ്ടമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഐഡിയോളജി ഇപ്പോഴും സാമ്പത്തിക ശാസ്ത്രം ഞാൻ പറയില്ല. ശ്രീ ജോർജ് പൊടിപ്പാറ, നേരത്തെ ഈ പറയുന്ന മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടും നായർ വോട്ടുമാണല്ലോ UDFന്റെ ചേരുവ. അതിൽ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായ നായർ വോട്ട് ഒരു വിഭാഗം അങ്ങോട്ട് പോവുകയാണ് എന്ന് കരുതുകയാണെങ്കിൽ ഇപ്പുറത്ത് പ്രതിപക്ഷത്തിനും ചില കുഴപ്പങ്ങൾ സംഭവിച്ചു എന്നുള്ളതല്ലേ? ഇപ്പോൾ 3-ാം ഊഴം കിട്ടുമെന്ന വിഷയമാണ് തുടർഭരണം ഉറപ്പിച്ച് CPIM എന്നുള്ളതാണ് ഇന്നത്തെ ടാഗ് ലൈൻ. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. UDF എല്ലാ കാലത്തും ഈ രീതിയിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇത്തരം പ്രീണനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അവരുടെ വോട്ട് ബാങ്ക് അങ്ങനെയാണ്, അവരുടെ പ്രവർത്തനം അങ്ങനെയാണ്. ഈ CPM അവകാശപ്പെടുന്നത് എന്താ? ഞങ്ങൾ ജാതി ചിന്തകൾക്ക് അതീതമാണ്, ഞങ്ങൾ ഈ ആൾദൈവങ്ങൾക്കെതിരാണ്, ഞങ്ങൾ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെതിരാണ്, ഞങ്ങൾ മനുഷ്യനിൽ വിശ്വസിക്കുന്നു, മനുഷ്യ നന്മയിൽ വിശ്വസിക്കുന്നു, ആത്യന്തികമായിട്ട് മനുഷ്യ വിമോചനത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം നെഞ്ചേറ്റുന്ന, ഒരു പക്ഷേ അതിനേക്കാൾ വലിയൊരു പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ഒരു ഐഡിയോളജി എന്നുള്ള നിലയ്ക്ക് മാർക്സിസത്തെ വെല്ലാവുന്ന ഒരു ഐഡിയോളജി ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. സാമ്പത്തിക ശാസ്ത്രം എന്നുള്ള നിലയ്ക്കല്ല, ഒരു വാല്യൂ തിയറി എന്നുള്ള നിലയ്ക്ക് മാർക്സിസം കാലഹരണപ്പെട്ടു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഒരു ഐഡിയോളജി എന്നുള്ള നിലയ്ക്ക് ഇന്നും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത് മാർക്സിസമാണ്. എന്തുകൊണ്ടാണ് അത്? കാരണം ആത്യന്തികമായി മനുഷ്യൻ തുല്യനാണെന്നും ആത്യന്തികമായി മനുഷ്യന് തുല്യത അവൻ്റെ ജന്മാവകാശമാണെന്നും വിശ്വസിക്കുന്ന, അവിടെ മതമോ മാമൂലുകളോ ജാതിയോ ഇത്തരം വർഗീയതയോ ഒന്നുമല്ല, അതിനപ്പുറത്ത് മനുഷ്യൻ്റെ തുല്യതയിൽ വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ പിടിച്ച് ആണയിട്ട് ചെറുപ്പക്കാരെ ഈയാമ്പാറ്റകളെ പോലെ ആ പ്രത്യയശാസ്ത്രത്തിൽ ആകർഷിക്കുന്ന ഒരു സംഘടന, ആ സംഘടന CPM പോലുള്ള ഒരു സംഘടന എത്രയോ കാലമായിട്ട് എന്നിട്ട് ഇപ്പോൾ പച്ച വർഗീയത പറയുന്നു, പച്ചയ്ക്ക് സാമുദായിക പ്രീണനം നടത്തുമ്പോൾ നിരാശയുണ്ട്. 10 വോട്ടിന് വേണ്ടി എന്തുമാകാം എന്ന നിലയിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുക എന്ന് പറഞ്ഞാൽ അതിൽ അധപ്പതനുണ്ടോ സജീഷേ? ശരി, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.
മടങ്ങിയെത്താം. എസ് കെ സജീഷ്, പ്രത്യയശാസ്ത്രത്തിൽ നിന്നുള്ള നിലപാട് മാറ്റത്തെക്കുറിച്ച് അങ്ങേക്ക് മറുപടി നൽകാം. ഒരു കാര്യം, യഥാർത്ഥത്തിൽ കുറച്ചധികം സമയം വേണ്ടി വരും. എന്നാലും ഇവിടെ താങ്കൾ അവതരിപ്പിച്ച 3 പാനലിസ്റ്റുകൾ, സഹ പാനലിസ്റ്റുകൾ, ശ്രീ ജോർജ് പൊടിപ്പാറയായാലും ശ്രീ പി കെ വിനോദനായാലും ശ്രീ മുഹമ്മദ് ഷാ ആയാലും കടുത്ത CPM വിരോധികളും ഇടതുപക്ഷത്തിനെതിരായി ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ്. പിന്നെ താങ്കൾ അല്ല പറയട്ടെ, പിന്നെ താങ്കൾ ഓക്കെ, സമയമില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഇവർ അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും താങ്കളുടെ മേൻപൊടി ഉൾപ്പെടെ ചേർത്തുകൊണ്ട് നന്നായി ചെയ്തു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ അതാണ് പാർലമെൻ്ററി വ്യതിയാനം എന്നൊക്കെ പറയുകയാണ് ഇവിടെ ശ്രീ പി കെ വിനോദ് വന്നിട്ട്. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുക്കാം, പക്ഷേ സമയം താങ്കൾ അനുവദിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു മുതലാളിത്ത വികസന പാത പിന്തുടർന്ന രാജ്യമാണ് ഇന്ത്യ. ഈ രാജ്യത്ത് അർഹതയുള്ളതിന് അതിജീവിക്കും, പാവപ്പെട്ടവൻ അവിടെ തന്നെ നിൽക്കും. അതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നത്. അവിടെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമ്പോൾ സോഷ്യലിസവും കമ്മ്യൂണിസവും നടപ്പിലാക്കാമെന്ന് കരുതിയിട്ടല്ല EMS ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക്, സാധാരണക്കാർക്ക് എന്ത് ചെയ്യാം എന്നാണ് ഞങ്ങൾ നോക്കുന്നത്. അതാ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അതിദാരിദ്ര്യം മുക്താകുന്നത്, അതാണ് ആരോഗ്യ മേഖല മെച്ചപ്പെടുന്നത്, അതാണ് വിദ്യാഭ്യാസ മേഖലയിൽ മെച്ചമുണ്ടാകുന്നത്, അതാണ് കേരളത്തിന്റെ ജനജീവ നിലവാരം മെച്ചപ്പെടുന്നത്. കൂടി എതിർത്താലും കർണാടകത്തിലെ കോൺഗ്രസിന്റെ മന്ത്രി കേരളത്തിൽ വന്നിട്ട് പറയട്ടെ, കർണാടകത്തിലെ കോൺഗ്രസ് മന്ത്രി കേരളത്തിൽ വന്നിട്ട് കേരളം ആരോഗ്യത്തിന്റെ, വിദ്യാഭ്യാസത്തിന്റെ എല്ലാം കാര്യത്തിൽ രാജ്യത്തിന് മാതൃകയാണ് എന്ന് പറഞ്ഞു പോകുന്നു. ശശി തരൂരിന് പറയേണ്ടി വരുന്നു. അതായത് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എല്ലാവരും പറയും. പിന്നെ എന്താണ് ഇതുപോലെയുള്ള ചർച്ചകൾ? സ്മൃതിക്ക് ഒരു പ്രത്യേകതയുണ്ട്, പാനൽ ഒരു ഭയം തിരുത്തും എന്നുള്ളത്. സജീഷ്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ നമുക്ക് സമയം അവസാനിക്കുകയാണ്. അങ്ങ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിനേക്കാൾ ഈ പറയുന്ന ആങ്കറുടെ രാഷ്ട്രീയം, ആങ്കറിന്റെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായി കൂട്ടുകെട്ടൽ, അങ്ങനെ എല്ലാ ദിവസവും എല്ലാ ചർച്ചകളിലും ഒരേ മുഖ്യമന്ത്രി തന്നെ തുടങ്ങണമെന്നില്ല. സജീഷിന്റെ ഗതികേടുണ്ടല്ലോ സജീഷേ. ഇല്ല, അത് നമ്മൾ മറുപടി പറയേണ്ടി വരില്ല. അങ്ങേക്ക് അമൃതാനന്ദമയുമായി ബന്ധപ്പെട്ട് CPM നേരത്തെ എടുത്ത നിലപാടുകൾക്ക് മറുപടി പറയേണ്ടി വരില്ല. അങ്ങനെ സമയം തീർക്കാം. അങ്ങനെ സമയം തീർത്തു കഴിയുമ്പോൾ യഥാർത്ഥ ചോദ്യത്തിലുള്ള ഉത്തരത്തിൽ നിന്നും ഒളിച്ചോടാനും സാധിക്കും. വളരെ നന്ദി SK സജീഷ്, വളരെ നന്ദി SK സജീഷ്, ശ്രീ മുഹമ്മദ് ഷാ, ശ്രീ ജോർജ് പൊടിപ്പാറ, ശ്രീ TK വിനോദൻ. സമയമില്ലാത്തതുകൊണ്ടാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.